ചോദിക്കുന്നുണ്ട്. യെസ്. The intermediate A and the major product B formed in the following reaction are. ആണ് ചോദ്യം. ഇന്റർമീഡിയറ്റ് എ, ഇന്റർമീഡിയറ്റിനൊന്നും പറയാനില്ല, എയും ബിയും രണ്ട് കാര്യങ്ങളാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റത്തെ റിയേജന്റ് എന്ന് പറയുന്നത് ലിൻലാർ കാറ്റലിസ്റ്റ് ആണ്. ലിൻലാർ കാറ്റലിസ്റ്റിന്റെ പ്രത്യേകത എന്താ? സി ട്രിപ്പിൾ ബോണ്ട് സിനെ ലിൻലാർ കാറ്റലിസ്റ്റ് സി ഡബിൾ ബോണ്ട് സി ആക്കി മാറ്റും. അതിനൊരു പ്രത്യേകതയുണ്ട്, ദാറ്റ് വിൽ ബി ഓൾവേസ് സിസ്, ഓൾവേസ് ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ് ലിൻലാർ കാറ്റലിസ്റ്റ്. ഇപ്പൊ നമ്മുടെ ടാർഗറ്റ് ആയിട്ട് നിൽക്കുന്ന ട്രിപ്പിൾ ബോണ്ട് സിസ്റ്റംസ് ആണ് ഈ രണ്ടെണ്ണം. ആ രണ്ട് ഡബിൾ ബോണ്ടുകൾ സിസ് ആവണം. ഓപ്ഷൻ എ കട്ട് ചെയ്യാം, അത് ട്രാൻസ് ആണ്. ഓപ്ഷൻ ബിക്ക് സാധ്യതയുണ്ട്, ഓപ്ഷൻ സി കട്ട് ചെയ്യാം അല്ലേ? ഓപ്ഷൻ സി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ദെൻ ഓപ്ഷൻ ഡി സിസ് ആണ്. അപ്പോ ബിയോ ഡിയോ ഇതിലേതെങ്കിലും ഒന്ന് ആണ് സാധ്യത ലിൻലാർ കാറ്റലിസ്റ്റ് വെച്ചിട്ട്. ശരിയല്ലേ? നോക്കിയേ, ഈ ട്രിപ്പിൾ ബോണ്ട് എന്താവണം? സിസ് ആയിട്ട് മാറണം. അപ്പൊ ഇവിടെ സിസ് ആണ്, സെഡ്, സിസ് അല്ലെങ്കിൽ സെഡ്. ഓക്കെ, സോ ദിസ് ഈസ് സെഡ്. ഇവിടെ ഇത് ഇയും ഇയു ആണ്, അപ്പൊ നമുക്കത് പോയി. ഇവിടെ ഇത് സെഡും ഇയു ആണ്, അപ്പൊ അത് പോയി. ഇത് രണ്ടും സെഡും ആണ്. ഓക്കെ, സോ ബിയോ ഡിയോ ആണ് ഉത്തരം വരുന്നത്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജ് ചെയ്യാതെ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ ചെയ്യേണ്ടി വരും. സോ ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ റിയാക്ഷൻ ആണ്. ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ റിയാക്ഷനിലെ നമ്മൾ സെലക്ഷൻ റൂൾ ഞാൻ പറഞ്ഞിരുന്നു. എന്താ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത്? ODC OCT SDT SCC. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം ഈ സെലക്ഷൻ റൂള്. ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി കോൺ. അപ്പൊ നമ്മൾ നോക്കുക എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കുക. ആദ്യത്തെ കേസിൽ ഫസ്റ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? ഏത് സിസ്റ്റം ആണ്? 4n സിസ്റ്റം ആണ്. ശരിയല്ലേ? അപ്പൊ ഇത് ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ നടത്തി കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ റിംഗ് ക്ലോഷർ റിയാക്ഷൻ നടത്തി കഴിയുമ്പോൾ സോ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ കിട്ടണത് എന്തായിരിക്കും? ഒരു 8 മെമ്പേർഡ് റിംഗ് ആയിരിക്കും. ശരിയല്ലേ? നോക്കിയേ, ഒരു 8 മെമ്പേർഡ് റിംഗ്, ഡബിൾ ബോണ്ടുകൾ ഇവിടെ, ഡബിൾ ബോണ്ട് ഇവിടെ, ഡബിൾ ബോണ്ട് ഇവിടെ. ദെൻ വി ഹാവ് ടു ഡിസൈഡ് ദ സ്റ്റീരിയോ കെമിസ്ട്രി. ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടി വരും. അപ്പോ നിങ്ങൾ നോക്കുക, ആൽക്കീന്റെ പ്രത്യേകത എന്താണ്? ഈ ആൽക്കീൻ ഇ അല്ലേ? ഈ രണ്ട് ആൽക്കീൻ ഇ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ? ഓപ്പോസിറ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ, ഓപ്പോസിറ്റ്. ദെൻ കണ്ടീഷൻ നോക്കണം, തെർമൽ കണ്ടീഷൻ ആണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് 4n സിസ്റ്റം ആണ്. അപ്പൊ 4n സിസ്റ്റം തെർമൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ Psi4 ആയിരിക്കും വരിക അല്ലേ? Psi4 എന്ന് പറയുമ്പോൾ E1 ആണ്. E1 എന്ന് പറയുമ്പോൾ എന്ത് റൊട്ടേറ്ററി ആണ്? കോൺ റൊട്ടേറ്ററി ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ സെലക്ഷൻ റൂൾ പോണത് OCTയിലോട്ടായിരിക്കും. OCT. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ കിട്ടുന്ന സ്റ്റീരിയോ കെമിസ്ട്രി എന്തായിരിക്കും? ട്രാൻസ്. ശരിയല്ലേ? ഉത്തരായില്ലേ? ഏത് ഉത്തരം? ബി ആണോ ഡി ആണോ? ഇനി അടുത്ത സ്റ്റേജ് ചെയ്യണമെന്നുണ്ടോ? അടുത്ത സ്റ്റേജ് ചെയ്യണമെന്നുണ്ടോ? വേണ്ടല്ലോ. യെസ് ഓർ നോ പറഞ്ഞേ. വീണ്ടും ഒരു സൈക്ലൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതെ, വീണ്ടും ഒരു സൈക്ലൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ആ സൈക്ലൈസേഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താ? ഇത് സിസ് ആണ്, ഇവിടെയും അവർ സിസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ അത് ചെയ്ത് നോക്കണ്ട. ഹിയർ ഇറ്റ് ഈസ് ട്രാൻസ്, ഹിയർ ഇറ്റ് ഈസ് ട്രാൻസ്, അല്ല ഹിയർ ഇറ്റ് ഈസ് സിസ്. ഉത്തരേതാ വരാ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. നോക്കിയേ, റിയാക്ഷൻ ഫസ്റ്റ് ലിൻലാർ കാറ്റലിസ്റ്റ്, രണ്ടാമത് ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, the following tetraene upon photolysis gives. The following tetraene upon photolysis gives. ഇപ്പൊ ലൈറ്റ് ആണ് കേട്ടോ. The following tetraene upon photolysis gives. സോ അവർ നമുക്ക് തന്നിരിക്കുന്നത് 1 2 3 ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ദെൻ ഡബിൾ ബോണ്ട്, ഈ മീതയിൽ ഔട്ട്വേർഡ്, ഈ മീതയിലും ഔട്ട്വേർഡ്. ഇങ്ങനെയാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ഇ ആൽക്കീൻ, ദിസ് ഈസ് ഇ ആൽക്കീൻ, ദിസ് ഈസ് സെഡ് ആൽക്കീൻ, ദിസ് ഈസ് സെഡ് ആൽക്കീൻ. ഇങ്ങനെയാണ് നമ്മുടെ എടുക്കുന്നത്. അപ്പൊ സൈക്ലൈസേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് സെലക്ഷൻ റൂൾ എന്താ? ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺറൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺറൊട്ടേറ്ററി സിസ്. സോ ദിസ് ഈസ് അവർ സെലക്ഷൻ റൂള്. അപ്പോ ഇയും ഇയും ആയതുകൊണ്ട് ദിസ് ഈസ് ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ്. ഇനി നമുക്കറിയണം സിസ്റ്റം ഏതാണെന്നുള്ളത്. സോ സൈക്ലൈസേഷൻ നടക്കുന്നത് ഇവിടെ ആയിരിക്കും, ദിസ് വൺ. അപ്പോ ടോട്ടൽ അല്ലേ, കംപ്ലീറ്റ്ലി ഇത് സൈക്ലൈസ് ചെയ്യും. അപ്പോൾ സൈക്ലൈസ് ചെയ്യുമ്പോൾ സിസ്റ്റം നോക്കണം. സിസ്റ്റം ഏത് സിസ്റ്റം ആണ്? ഫോറൻ സിസ്റ്റം ആണ്. കണ്ടീഷൻ ഫോട്ടോ കെമിക്കൽ ആണ്. 2 4 6 8. അപ്പൊ 8 വരുമ്പോൾ സൈ 5 വരും. സൈ 5 എന്ന് പറയുന്നത് ഓടാണ്. ഓഡ് എന്ന് പറയുമ്പോൾ ഹോമോ ഓഡ് അല്ലേ? ദാറ്റ് മീൻസ് എന്ത് റൊട്ടേറ്ററി ആണ്? ഡിസ്റൊട്ടേറ്ററി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒ ഡി സി വരണം. ഒ ഡി സി എന്ന് പറയുമ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. ഓക്കെ, നിങ്ങൾ ഫോറൻ സിസ്റ്റത്തിന്റെ ഹോമോ നോക്കിയാൽ മതി. ഫോറൻ സിസ്റ്റത്തിന്റെ ഹോമോ തെർമൽ കണ്ടീഷനിലെ E1-ഉം ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ ഓടുവാണ്. അത് ഏത് വന്നാലും, ഫോറൻ സിസ്റ്റം ഏത് വന്നാലും അങ്ങനെ തന്നെ വരുള്ളൂ. നോക്കിക്കോ നിങ്ങള്. ഇപ്പൊ നിങ്ങൾക്ക് അത് ഇപ്പൊ ഇവിടെ ഈ സിസ്റ്റത്തിൽ 2 4 6 8 8 വരുമ്പോ 1 2 3 4 5 6 7 8. അപ്പൊ സൈ 1 തൊട്ട് സൈ 8 വരെ ഉണ്ടെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അതിൽ ഞാൻ സൈ 1-ൽ 2 സൈ 2-ൽ 2 സൈ 3-ൽ 2 സൈ 4-ൽ ശരിക്കും 2 വരും തെർമൽ കണ്ടീഷനിൽ. പക്ഷെ ഫോട്ടോ കെമിക്കൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? സൈ 5-ലോട്ട് പോകും. എന്നിട്ട് സൈ 5 ആണ് ഹോമോ ആയിട്ട് മാറുന്നത്, അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അടുത്തത്. Next question. The product obtained during the following photochemical reaction is. The product obtained during the following photochemical reaction is. അപ്പൊ ഇതെന്താ? This is electrocyclic ring opening. Electrocyclic ring opening. ഇവിടെയും പ്രശ്നമൊന്നുമില്ല. സോ സെലക്ഷൻ റൂളിന് മാറ്റമൊന്നുമില്ല. നമ്മുടെ സെലക്ഷൻ റൂൾ എന്താ? ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺറൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺറൊട്ടേറ്ററി സിസ്. അപ്പൊ നമ്മള് സിസ് ആണ്. അപ്പൊ സിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെലക്ഷൻ റൂള് ഇത് പോയി, ഇത് പോയി, അല്ലേ? അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഒ ഡി സി ആയിരിക്കും, അതായത് ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സെയിം, ഈ രീതിയിലാണ് വരിക. അപ്പൊ നമ്മൾ ഇവിടെ ആൽക്കീൻ നോക്കുകയാണ്. ദിസ് ഈസ് ഇ ഇ, ദിസ് ഈസ് സെഡ് സെഡ്, ദിസ് ഈസ് ഇ സെഡ്, ആൻഡ് ദിസ് ഈസ് ഓക്കെ. അവിടെ ഇതൊരിക്കലും നടക്കത്തില്ല, അല്ലേ? ഓപ്ഷൻ ഡി പോസിബിൾ അല്ല. സോ എ ബി ഓർ സി, ഇതിലാണ് ഉത്തരം കിടക്കുന്നത്. ഒന്ന് കണ്ടുപിടിച്ച്. എൻ്റെ ഒരു വൈൽഡ് ഗസ് ആണ്. അതായത് ഇ അല്ലെങ്കിൽ സെഡ് സെഡ്, ഇത് രണ്ടും ഇത് ഓപ്പോസിറ്റ് ആണ്.
ഇതും ഓപ്പോസിറ്റ് ആണ്, ഇത് സെയിം ആണ്. സോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം സി ആയിരിക്കണം. ഒന്ന് ചെയ്ത് നോക്കിയേ. സിസ്റ്റം നോക്കുക, സിസ്റ്റം ഏതാ വരണേ നോക്കുക. സിസ്റ്റം ഏതാ വരുന്നേ? 4n+2 അല്ലേ? നോക്കിയതേ, ഈ ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെയും 2 ഇലക്ട്രോൺ. അപ്പൊ ടോട്ടൽ 6 ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. സോ സിസ്റ്റം ഈസ് 4n+2. 4n+2 സിസ്റ്റത്തിന്റെ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ ഹോമോ എന്ന് പറയുന്നത് ഏതായിരിക്കും? Psi4 അല്ലേ? Psi4 ഈസ് E1. E1 ഈസ് കോൺട്രോട്ടേറ്ററി. സോ സെയിം സി അല്ലേ വരാ? ഓക്കെ, കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് തന്നെ ട്രൈ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ ദിസ് വൺ. The direction of rotation of the following thermal electrocyclic ring closure എന്താണ്? തെർമൽ ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ. ഒന്ന് ചെയ്യേ നോക്കട്ടെ. സെലക്ഷൻ റൂള്: ഓപ്പോസിറ്റ് ഡിസ്റോട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺറോട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റോട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺറോട്ടേറ്ററി സിസ്. ദിസ് ഈസ് ദ സെലക്ഷൻ റൂൾ. നോക്കാം, ട്രൈ ചെയ്തേ. റൊട്ടേഷൻ നോക്കിയാൽ മതി. അപ്പൊ നടുവിലത്തെ ആളെ കണ്ടുപിടിക്കാനുള്ള സെന്റർ വൺ. ആദ്യം തന്നെ നമ്മൾ എന്ത് നോക്കുക? ഇവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുക. ദിസ് ഈസ് സെഡ്, ദിസ് ഈസ് സെഡ്. സോ സെഡ് സെഡ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആണ്. ദെൻ സ്റ്റീരിയോ കെമിസ്ട്രി ഹൈഡ്രോജൻ സിസ് ആണ്. അപ്പൊ പിന്നെ ഏതാ വരെ? ഡിസ് അല്ലേ? ഓയുടെയും സിയുടെ ഇടയിൽ ഡിസ് അല്ലേ? അങ്ങനെ ചെയ്താ പോരെ? ചെയ്ത് നോക്കട്ടെ. അപ്പൊ തന്നെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും കട്ടായി. ഇനി നിങ്ങൾ സെന്റർ മാത്രം ചെയ്താൽ മതി. കാരണം ഡിസ് 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 ആണ്. അപ്പൊ സെന്റർ ചെയ്താൽ മതി. രണ്ടാമത്തെ ചെയ്ത് കഴിഞ്ഞ് ഉത്തരമായി. എന്താ ഉത്തരം കിട്ടിയേ? എ ആണോ ഡി ആണോ? എല്ലാവർക്കും എ കിട്ടിയോ? എ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇലക്ട്രോസൈക്കിൾക്ക് മാത്രം സെലക്ട് ചെയ്ത് ചെയ്യാട്ടോ. എന്നിട്ട് നമുക്ക് ഡീൽ സാൾഡറിലോട്ട് വരാം. ചിലപ്പോൾ ഡീൽ സാൾഡർ കയറി വരും ഇടയിൽ, എന്നാലും മാക്സിമം നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിൽ ഡീൽ സാൾഡർ ഉണ്ട്, പക്ഷെ ഇലക്ട്രോസൈക്ലിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തത്. The reaction between X and Y to give Z proceeds via
ഓക്കെ, എങ്ങനെയാണ് ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണമെന്നുള്ളത്. ഹൗ ദിസ് റിയാക്ഷൻ പ്രൊസീഡ്സ്. റിയാക്ഷൻ പ്രൊസീഡ്സ്. അപ്പൊ ആദ്യത്തെ കേസിൽ എന്തായിരിക്കും വരിക? റിംഗ് ഓപ്പണിംഗ് ആണ് അല്ലെ. ഫസ്റ്റ് കേസിൽ റിംഗ് ഓപ്പണിംഗ് ആണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഡബിൾ ബോണ്ട് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ പി എച്ച് ഉണ്ട്, ഇവിടെ പി എച്ച് ഉണ്ട്, ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഇവനെ മാറ്റാം. ഇവനെ നമുക്കിപ്പോ വേണ്ട എന്ന് വിചാരിക്കേ. സോ ദിസ് ഈസ് എൻ ഓപ്പണിംഗ് ഓഫ് 4n സിസ്റ്റം. 4n സിസ്റ്റം ആണ് അല്ലേ. 4n സിസ്റ്റം ആണ്. എന്ത് കണ്ടീഷൻ ആണ്? തെർമൽ കണ്ടീഷൻ ആണ്. അപ്പൊ Ψ2 ആണ് ഹോമോ. ദാറ്റ് മീൻസ് E1 ആണ്. P1 എന്ന് പറയുമ്പോൾ എന്ത് റൊട്ടേറ്ററി ആണ്? കോൺ റൊട്ടേറ്ററി ആണ്. ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺ റൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺ റൊട്ടേറ്ററി സിസ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത്? ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് വരുന്നത്. സോ എങ്ങനെയായിരിക്കും വരിക? അപ്പൊ ഇത് ഇവരിവിടെ തന്നിരിക്കുന്നത് ട്രാൻസ് ആണ്. ട്രാൻസ് കോണാണ്. അപ്പൊ ട്രാൻസ് കോൺ എന്ന് പറയുമ്പോൾ ട്രാൻസ് കോൺ, ദാറ്റ് മീൻസ് ഇവിടെ എന്ത് വരണം? ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് ഇവിടെ ആൽക്കീൻ രണ്ടും ഔട്ട്വേർഡ് അല്ലേ. ഇങ്ങനെ ഒന്ന് കിടക്കണ്ടേ അല്ലേ? നോക്കിയേ, ഇങ്ങനെയല്ലേ വരാ. സോ നമുക്ക് എന്താ വരുന്നേ? 4π. ആദ്യത്തെ എന്താ വരാ? 4π കോൺ റൊട്ടേറ്ററി ഓപ്പണിംഗ് ഓഫ് എക്സ്, അതല്ലേ വരാ? 4π കോൺ റൊട്ടേറ്ററി ഓപ്പണിംഗ് ഓഫ് എക്സ്. ഓപ്ഷൻ ബി കട്ടായി, ഓപ്ഷൻ സി കട്ടായി. 4π കോൺ റൊട്ടേറ്ററി ഓപ്പണിംഗ് ഓഫ് എക്സ്, ദെൻ ഫോളോഡ് ബൈ എന്താ വരാന്നുള്ളതാ. ഡീൽസാൾഡ് റിയാക്ഷന്റെ പ്രത്യേകത എന്താ? നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ ഉണ്ട്. ദാറ്റ് റൂൾ ഈസ് കോൾഡ് എൻഡോ റൂൾ. സാധാരണഗതിയിൽ ഒരു സൈക്ലോഡീഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ എക്സോ പ്രൊഡക്റ്റ് ആണ് ഫേവറബിൾ ആവണ്ടേ. പക്ഷെ ഡീൽസാൾഡറിന്റെ കേസിൽ എന്താ, ഏത് പ്രൊഡക്റ്റ് ഫേവറബിൾ ആവുക? എൻഡോ പ്രൊഡക്റ്റ് ആണ് ഫേവറബിൾ ആവുക. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു എ സ്റ്റെബിലൈസേഷൻ കോൾഡ് സെക്കൻഡറി ഓർബിറ്റൽ ഇന്ററാക്ഷൻ. 4π പ്ലസ് 2π സൈക്ലോ അഡീഷന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു സെക്കൻഡറി ഓർബിറ്റൽ ഇന്ററാക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഡീൽസാൾഡർ? നിങ്ങൾ ക്ലാസ് കേട്ടോ? അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡറി ഓർബിറ്റൽ ഇന്ററാക്ഷൻ കാരണം എൻഡോ പ്രൊഡക്റ്റ് ആണ് ഫേവറബിൾ ആകുന്നത്. സോ ആൻസർ വിൽ ബി 4π കോൺ റൊട്ടേറ്ററി ഓപ്പണിംഗ് ഓഫ് എക്സ് ഫോളോഡ് ബൈ എൻഡോ ഡീൽസാൾഡർ റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുണ്ട് ഇലക്ട്രോസൈക്ലിക്. ചെയ്ത് വരുമ്പോ ഈസി ആവണില്ലേ? ഇല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ നോക്കട്ടെ. സെൻട്രൽ നിന്നാണ് കേട്ടോ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. എക്സ് ഗീവ്സ് സെഡ് വൈ. എളുപ്പമാവണില്ലേ ഇലക്ട്രോസൈക്ലിക്? നമുക്ക് സെലക്ഷൻ റൂൾ മാത്രം അറിഞ്ഞാൽ പോരെ? പോരെ. ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺ റൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺ റൊട്ടേറ്ററി സിസ്. ചെയ്തേ 12th വൺ തന്നെ ചെയ്യും. ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ആൻസർ പറയും. അതൊക്കെ ചെയ്താൽ മതി. സെലക്ഷൻ റൂൾ നോക്കുക.
രണ്ടും ഇലക്ട്രോസൈക്ലിക് ഓപ്പണിംഗ് ആണല്ലേ, രണ്ടും ഓപ്പണിംഗ് ആണ്. ഒന്ന് ഓപ്പോസിറ്റിലോട്ട് പോയി, ഒന്ന് സെയിമിലോട്ട് പോയി. എന്തായി, സമയമായല്ലോ. ആൻസർ ചെയ്യേ, തെറ്റായാലും ശരിയായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. സോ എന്തായി, ദിസ് ഈസ് സിസ് ആണ്. അപ്പൊ നമുക്ക് എടുക്കേണ്ട സെലക്ഷൻ റൂള് ഇതെടുക്കണ്ട, ഇതെടുക്കണ്ട. ആൻഡ് ദിസ് ഈസ് ഓപ്പോസിറ്റ്, ദിസ് ഈസ് സെയിം അല്ലേ? ദാറ്റ് മീൻസ് ദിസ് ഈസ് ഡിസ്റൊട്ടേറ്ററി and this will be conrotatory. So ഡിസ്റൊട്ടേറ്ററി കോൺറൊട്ടേറ്ററി വരണം. അപ്പൊ ഓപ്ഷൻ എ കട്ടായില്ലേ? അല്ല, നമ്മൾ നോക്കേണ്ടി വരുമല്ലേ. ലെഫ്റ്റ് റൈറ്റ്, അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഡിസ്റൊട്ടേറ്ററി ആണ്. അപ്പൊ ഡിസ്റൊട്ടേറ്ററി എന്ന് പറയുമ്പോൾ ഏതാ വരാ? സൈ. ഡിസ് എന്ന് പറയുമ്പോൾ ഓടാണ്. സോ സിസ്റ്റം ഈസ് 4n+2. അപ്പൊ 4n+2 ഓഡ് എന്ന് പറയുമ്പോൾ സൈ 3. സൈ 3 എന്ന് പറയുമ്പോൾ തെർമൽ അല്ലേ? തെർമൽ. അപ്പൊ ഓപ്ഷൻ ഡിസിന് തെർമൽ വരണം. ഡിസ് തെർമൽ, മറ്റേത് കോണല്ല. അപ്പൊ എന്തായാലും കോൺ ലൈറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരണം. ഏതാ? ഇതിപ്പോ എന്താ ചെയ്യാ? ഇതിപ്പോ ഏതാ ഉദ്ദേശിക്കുന്നവര്? ലെഫ്റ്റ്. So this will be thermal. This will be thermal. This will be light, അല്ലേ? So thermal dis H nu light. Option D അല്ലേ എടുക്കണ്ടേ? നേരെ വെച്ചിട്ട് ഓക്കെ. ശരിക്കും അതിന്റെ മുകളിൽ അവർ പറയേണ്ടതായിരുന്നു സെഡും വൈയും. ഇപ്പൊ ഏരോടെ താഴെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മനസ്സിലായില്ലോ അത്? കാരണം ഓപ്ഷൻ എ എച്ച് ന്യൂ കോണും തെർമൽ ഡിസും ആണ്. റെസ്പെക്റ്റീവ്ലി പറഞ്ഞിട്ടുണ്ടല്ലേ? റെസ്പെക്റ്റീവ്ലി. യെസ്. Y and Z. That means this is Y and this is Z. അപ്പൊ Y. അപ്പൊ എ അല്ലേ വരാം? ഓപ്ഷൻ എ വരാം. കണ്ടോ ക്വസ്റ്റ്യൻ? കണ്ടോ? The product Y and Z are formed respectively from X എന്ന് പറഞ്ഞിരിക്കണേ. റെസ്പെക്റ്റീവ്ലി Y and Z. അപ്പൊ ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളാരോ? ദേവിക. യെസ്, ഓപ്ഷൻ എ ആണ് കേട്ടോ. എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചു. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. പക്ഷെ ചോദ്യത്തിനനുസരിച്ച് മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് ഇത് വൈയും ഇത് സെഡും ആണ്. ക്ലിയർ? നിങ്ങൾ കണ്ടുപിടിച്ചത് ശരിയാണ് കേട്ടോ. ആ ചോദ്യം
നമ്മൾ ട്രാക്കിലാക്കി എന്ന് പറയില്ലേ. ക്ലിയർ അല്ലേ അത് ചോദ്യം? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനോട് പോട്ടെ. യെസ്. The Woodward-Hoffmann condition to bring out the following transformation is. നോക്കിയേ. The Woodward-Hoffmann condition to bring out the following transformation. Simple question ആണ്. കിട്ടിയോ? ഓപ്ഷൻ ഡി. ഓക്കെ. H nu chondrocyte. Retrocyclic. Next question. Which of the following statements or statements about the product of the electrocyclic ring closure is or are correct? ഇതിലേതാണ് കറക്റ്റ് എന്ന്? സോ സിസ്റ്റം നോക്കുക. മീതയിൽ ഔട്ട്വേർഡ് ആണ്, ഒരു മീതയിൽ ഇൻവേർഡ് ആണ്. ദാറ്റ് മീൻസ് ഒരെണ്ണം ഇയിലും ഒരെണ്ണം സെഡിലും ആണ് നിൽക്കുന്നത് അല്ലേ? ഒരെണ്ണം ഇയിലും ഒരെണ്ണം സെഡിലും ആണ് നിൽക്കുന്നത്. സെലക്ഷൻ റൂൾ നോക്കുക. തെർമൽ കണ്ടീഷൻ ആണ്, ഫോറൻ സിസ്റ്റം ആണ്, സൈ 4 ആണ്, E1 ആണ്, അപ്പൊ കോൺ റൊട്ടേറ്ററി ആണ്. ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺ റൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺ റൊട്ടേറ്ററി സിസ്. സോ ഇസെഡ് ആയതുകൊണ്ട് ഇത് സെയിം ആണ്, സെയിം കോൺ ആണ്. സെയിം കോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സെലക്ഷൻ റൂൾ അനുസരിച്ചിട്ട് SCC വരണം. SCC. ആദ്യത്തെ ഓപ്ഷൻ മീഥൈൽ ഗ്രൂപ്പ്സ് ആർ ട്രാൻസ് ഇൻ ദ പ്രൊഡക്റ്റ്, തെറ്റാണ്. ഫസ്റ്റത്തെ തെറ്റാണ്. പ്രൊഡക്റ്റ് അറോസ് ഫ്രം എ സ്റ്റീരിയോ സ്പെസിഫിക് കോൺ റൊട്ടേറ്ററി, ദാറ്റ് ഈസ് ഫൈൻ. ദ പ്രൊഡക്റ്റ് മിക്സ്ചർ ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ഒന്നുമല്ല. ബോത്ത് ബി ആൻഡ് സി അല്ല, ഓൾ ദ അബവ് അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അല്ലേ?
ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഇന്നത്തോടെ ഇലക്ട്രോസൈക്കിൾക്ക് തീർത്തു ഞാൻ അവസാനിപ്പിക്കുകയും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 4+2 സൈക്ലോഡേഷ് എടുക്കണേ. അപ്പോഴേക്കും സിഗ്മ ട്രോപ്പിക് കണ്ടു തീർത്തോളൂ കേട്ടോ. ഓക്കെ. Under thermal condition, 2E forced hexadiene undergoes a dash ring closure to yield dash. 2E forced hexadiene ആണ്. 2E forced hexadiene. ഡബിൾ ബോണ്ട് രണ്ടെണ്ണം. ഒന്ന് 2E ആണ്, 4Z ആണ്. ഇതല്ല വരാ. This is E and this is Z. 2E forced hexadiene. എന്ത് കണ്ടീഷനാ? തെർമൽ കണ്ടീഷൻ. സെലക്ഷൻ റൂള് ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺറൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺറൊട്ടേറ്ററി സിസ്. ഈ സെലക്ഷൻ റൂള് വെച്ചിട്ട് ജസ്റ്റ് റീച്ച് ദ ആൻസർ. ട്രൈ ചെയ്ത്. സെയിം അല്ലത്? സെയിം. ഫോറൻ സിസ്റ്റം, Psi2, E1, കോൺ. അപ്പോൾ സെയിം കോൺ. സെയിം കോൺ എന്ന് പറയുമ്പോൾ സിസ് അല്ലേ? ഉത്തരം ഏതാ വരാ? കോൺറൊട്ടേറ്ററി വരണം. കോൺറൊട്ടേറ്ററി വരണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ സി കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. കോൺറൊട്ടേറ്ററി സിസ് വരണം. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ അല്ലേ? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Under photochemical condition, 2E 4E hexadiene undergoes dash ring closure to yield dash. മാൻ ചെയ്ത് 2E 4E ആണ്. കിട്ടിയോ? ആൻസർ സി ആണോ? എല്ലാവർക്കും കിട്ടിയോ? ചെയ്യണ്ടല്ലോ. ഓക്കെ, സ്പീഡിൽ ചെയ്യണേ, റിവിഷൻ പോലെയാണ്. വാട്ട് ഈസ് ദ മേജർ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ?
So this is E alkene and this is Z alkene. അപ്പോ സെയിം ആണ്. ഓപ്ഷൻ എ കിട്ടോ? സിസ്റ്റം 4n+2 ആണ്. 4n+2 എന്ന് പറയുമ്പോൾ ഫോട്ടോകെമിക്കൽ ആണ്, Psi4 ആണ്, E1 ആണ്, കോൺ റൊട്ടേറ്ററി ആണ്. ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺ റൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺ റൊട്ടേറ്ററി സിസ്. സോ കോൺ വരണം, അപ്പൊ സിസ് വരണം, അപ്പൊ ഓപ്ഷൻ എ വരും അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ. സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ, വേറെ ഒന്നല്ല. ഇതൊക്കെ നമ്മൾ ചെയ്ത ടൈപ്പ് തന്നെ. ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇനി കണ്ട് പ്രാക്ടീസ് ആവണ്ടേ? ഇലക്ട്രോസൈക്ലിക്ക് ഇത്രേ ചോദിക്കുള്ളൂ. കിട്ടിയോ? സി ആണോ? തെർമൽ കോൺ റൊട്ടേറ്ററി കിട്ടിയ എല്ലാവർക്കും? തെർമൽ കോൺ റൊട്ടേറ്ററി. ഓക്കെ, സോ ഇതാണ് ഇലക്ട്രോസൈക്ലിക്. ഇലക്ട്രോസൈക്ലിക് കുഴപ്പമില്ലല്ലോ, ഈസി അല്ലേ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ്? അപ്പൊ അതിലൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ആ ഒരു ക്വസ്റ്റ്യൻ വന്നില്ല. അതായത് ഇപ്പോ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട് എന്ന് വിചാരിക്കുക. അതേപോലെ ഞാൻ അവിടെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പൊ ഈ രണ്ട് സിസ്റ്റംസുകൾ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് 4n+2 സിസ്റ്റം ആണ്. ഇവിടെ 3 ഡബിൾ ബോണ്ട് കോൺജുഗേഷനിലുണ്ട്. 3 ഡബിൾ ബോണ്ട് കോൺജുഗേഷനിലുണ്ട്. അത് മാത്രമല്ല ഈ രണ്ട് കാർബൺ ആറ്റംസ് എന്താണ്? സ്പേഷ്യലി ക്ലോസർ ആണ് അല്ലേ? ഓക്കെ, ഈ കേസിൽ എന്താ? കാരണം ഇത് സെഡ് ആൽക്കീൻ ആണ്, അപ്പൊ അതുകൊണ്ട്. പക്ഷെ ഇത് ഇ ആൽക്കീൻ ആയതുകൊണ്ട്, ദിസ് ഈസ് ഇ ആൽക്കീൻ. ഇത് ഇ ആൽക്കീൻ ആണ്. ഇവിടെ 3 ഡബിൾ ബോണ്ട് കോൺജുഗേഷനിലുണ്ട്. ഹിയർ ഓൾസോ 3 ഡബിൾ ബോണ്ട് കോൺജുഗേഷനിലുണ്ട്. പക്ഷേ ദിസ് ഈസ് നോട്ട് എ 4n+2 സിസ്റ്റം, ദിസ് ഈസ് എ 4n സിസ്റ്റം. നിങ്ങൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണെന്ന്? ഇത് 4n സിസ്റ്റം ആണ്. എന്തുകൊണ്ടാണ് 4n+2 വർക്ക് ആവാത്തത്? എന്തുകൊണ്ട് വർക്ക് ആവാത്തത്? ഈ രണ്ട് ലോബ്സ് എന്തല്ല? ദീസ് ആർ നോട്ട് സ്പേഷ്യലി ക്ലോസർ. അത് സ്പേഷ്യലി ക്ലോസർ അല്ല. അങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഞാനത് നമ്മുടെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇങ്ങനത്തെ ഒരു ചോദ്യം നെറ്റ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം, പണ്ടെപ്പോഴോ. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള 4n+2 സിസ്റ്റത്തിൽ എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, നടുവിലത്തെ ഡബിൾ ബോണ്ട് സെഡ് ആയിരിക്കും. അപ്പൊ സെഡ് വന്നാലാണ് അത് സ്പേഷ്യലി ക്ലോസർ ആവുള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോ ഇതാണ് നമുക്ക് പെരിസൈക്ലിക്കില് ഇലക്ട്രോസൈക്ലിക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡീൽസാൾഡറിലോട്ട് കിടക്കാം. അപ്പൊ അതിന് മുന്നായിട്ട്
നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഡീൽ സാൾഡർ ഡിസ്കസ് ചെയ്യാൻ പോണത്. ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ചെറിയ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാം. ഡീൽ സാൾഡർ നിങ്ങൾ കണ്ടു കഴിഞ്ഞോ? ഡീൽ സാൾഡർ റിയാക്ഷൻ. The number of following dienes that undergo Diels-Alder reaction with methyl acrylate. എന്തെങ്കിലും ആവട്ടെ, ഏതൊക്കെ ഡൈൻസ് ആണ് ഡീൽ-സാൾഡർ റിയാക്ഷനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെ ഡൈൻസ് ആണ് ഡീൽ-സാൾഡർ റിയാക്ഷനിൽ പങ്കെടുക്കുക? The number of the four. ആദ്യത്തെ ഫസ്റ്റത്തെ നോക്കിയേ, ഓക്കെ ആണ്, സിസോയിഡ് ഫോം ആണ്. രണ്ടാമത്തെ ഓക്കെ ആണ്, സിസോയിഡ് ഫോം ആണ്. മൂന്നാമത്തെ ഓക്കെ അല്ല. നാലാമത്തെ ഓക്കെ ആണ്. അഞ്ചാമത്തെ ഓക്കെ അല്ല. ആറാമത്തെ ഓക്കെ ആണ്. ഏഴാമത്തെ ഓക്കെ ആണ്. അപ്പൊ എത്ര എണ്ണം വരും? 1 2 3 4 5 5 അല്ലേ? ശരിയല്ലേ? ഓക്കെ ആണല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഡീൽ-സാൾഡർ കണ്ടു കഴിഞ്ഞോ? ആരെങ്കിലും കാണാനുണ്ടോ ഡീൽ-സാൾഡർ? ഡീൽ-സാൾഡർ റിയാക്ഷന്റെ വീഡിയോസ് ആരെങ്കിലും ഇനി കാണാനുണ്ടോ? ഇതിലുള്ളവര്, ഇന്നത്തെ ക്ലാസ്സിലുള്ളവര് കാണാനുണ്ട്? ഓക്കെ, ബാക്കി എല്ലാവരും കണ്ടോ? കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. കാണാനുണ്ട്. ഓക്കെ, കണ്ടു കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങൾ നാളത്തേക്ക് ഇന്ന് കണ്ടു തീർക്കുമോ വീഡിയോസ്? അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് നാളെ ഇനി പങ്കെടുത്ത മിസ് എടുക്കണോന്ന് എനിക്ക് അറിയില്ല, ചിലപ്പോൾ മിസ്സായിരിക്കും. നിങ്ങൾ മാക്സിമം ഒന്ന് കണ്ടു തീർക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം ഞാൻ ഇത് പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ല. ഞാൻ ഇവിടെ ഇത് പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരാണെങ്കിൽ വളരെ വളരെ ഈസിയാണ്. പിന്നെ ഒരു പ്രശ്നമില്ല ചെയ്യാനായിട്ട്, വളരെ ഈസിയാണ്. ഒരു തവണ ഒന്ന് കണ്ടാൽ മതി. നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ട് നിങ്ങൾ ഒന്ന് കണ്ടിട്ട് വന്നാൽ മതി. പിന്നെ ഞാനിവിടെ നിങ്ങൾക്ക് ശരിയാക്കി തരാം സംഗതി, കേട്ടോ? ഡീൽ-സാൾഡറിന്റെ. അപ്പോ അതിൻ്റെ അകത്ത് ഡൈനോഫിൽ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഡൈന്റെ പ്രത്യേകത എന്താണ്? ഡൈനോഫിലിന്റെ പ്രത്യേകത എന്താണ്? റീജിയോ സെലക്ടിവിറ്റി എങ്ങനെയാണ് വരുന്നത്? സ്റ്റീരിയോ സെലക്ടിവിറ്റി എങ്ങനെയാണ് വരുന്നത്? എൻഡോ റൂൾ എന്താണ് ഒക്കെ പറയുന്നുണ്ട് ഡീൽ-സാൾഡറിൽ. ഇപ്പോ എനിക്ക് തോന്നുന്നത് അത്ര വലിയ ലോങ് വീഡിയോസ് ഒന്നും അല്ല, ഷോർട്ട് വീഡിയോസ് ആണ്. നിങ്ങൾ മാക്സിമം ഡീൽ-സാൾഡറിന്റെ വീഡിയോസ് ഒന്ന് കണ്ടുവരാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് ഡീൽ-സാൾഡറിന്റെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വരാണെങ്കിൽ നമുക്ക് ഡീൽ-സാൾഡറിന്റെ പ്രോബ്ലംസും കൂടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാനിത് പറഞ്ഞിട്ട്, ഇതിപ്പോ ആദ്യത്തെ ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് ആണ്, പക്ഷെ നെക്സ്റ്റ് ഈസ് ഡീൽ-സാൾഡർ ആണ്. അപ്പൊ ഡീൽ-സാൾഡർ വരുന്ന സമയത്ത് ഇവിടെ കണ്ട സ്റ്റീരിയോ സെലക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പൊ ആ സ്റ്റീരിയോ സെലക്ടിവിറ്റി വരുന്ന സമയത്ത് അതൊന്ന് നിങ്ങളൊന്ന് കണ്ടുവരാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കുറച്ചുകൂടി നല്ല എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളൊന്ന് കണ്ടുവരും. ഇലക്ട്രോസൈക്ലിക് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ഇലക്ട്രോസൈക്ലിക്? യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡീൽ-സാൾഡർ റിയാക്ഷൻ. പിന്നെ നിങ്ങൾക്ക് പെരിസൈക്ലിക്കിൽ ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് റിംഗ് ക്ലോഷർ ചോദിക്കും. പിന്നെ ഡീൽ-സാൾഡർ റിയാക്ഷൻ ആണ് കൂടുതലും ചോദിക്കുക. 2+2 റയർ ആണ്, ചോദിച്ചിട്ടുണ്ട്, പക്ഷെ കൂടുതലും 4+2 ഡീൽ-സാൾഡർ ആണ് ചോദിക്കുക. പിന്നെ സിഗ്മാട്രോപ്പിക്കില് കൂടുതൽ അവർ ചോദിക്കുന്നത് 3-3 ആണ്, കേട്ടോ? 3-3 കോപ്പർ റീഅറേഞ്ച്മെന്റും ക്ലേസൺ റീഅറേഞ്ച്മെന്റും ഇതാണ് കൂടുതലും ചോദിക്കുള്ള ഒരു പരീക്ഷയ്ക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അപ്പോ ആദ്യം നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഡീൽ-സാൾഡറിന് കൊടുത്തിട്ട് അത് കണ്ടിട്ട് വരും. ഓക്കെ, ശരി, ബൈ.